തുടർന്ന് മാർഗ് പോലീസ് സ്റ്റേഷനിൽ ആദ്യമെത്തി. അവിടെ ഒരു തരത്തിലുള്ള മറുപടിയും ലഭിക്കാത്തതിനെ തുടർന്ന് പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലെ DCPയുടെ ഓഫീസിലേക്ക് നേരിട്ട് രാഹുൽ ഗാന്ധി എത്തുകയായിരുന്നു. അപ്പോഴും കാര്യമായ രീതിയിലുള്ള പ്രതികരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലേക്കൊരു പ്രതിഷേധം അത് ആസൂത്രണം ചെയ്യാനായിട്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. എന്തായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. തൊട്ടായി പ്രിയങ്ക ഗാന്ധി എത്തുന്നു. അതായത് കോൺഗ്രസിന്റെ ദേശീയ മുഖങ്ങൾ ഒന്നടങ്കം ഈ സാഹിൽ ലോച്ചാബയ്ക്ക് പിന്തുണയുമായി തന്നെ ഒരൊറ്റ ആവശ്യം മാത്രം, അതായത് കേസ് രജിസ്റ്റർ ചെയ്യണം, FIR രജിസ്റ്റർ ചെയ്യണമെന്നത് പ്രാഥമികമായിട്ട് നടപടിയാണ്. അവർ ലോക്സഭയിലടക്കം ഉന്നയിച്ച വിഷയമാണ്. രാജ്യസഭയിൽ വിവിധ വിഷയങ്ങൾ ഉയർത്തിഘട്ടത്തിൽ പ്രധാനമായും ഉന്നയിച്ച ഒന്നായിരുന്നു പെല്ലറ്റ് ആക്രമണത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് നീതി എന്നത്. ആ നീതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരോ ദില്ലി പോലീസോ തയ്യാറാകുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി വലിയ രീതിയിലുള്ള വിമർശനമുണ്ടായിരുന്നു. ആ വിമർശനങ്ങൾ പോലും അംഗീകരിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെ ദില്ലി പോലീസിനെതിരെ ഒന്നിച്ചങ്ങിറങ്ങി ഉള്ള പ്രതിഷേധമാണ് ഇപ്പോൾ എന്തായാലും കാണുന്നത്. ദൃശ്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പിന്തുണയുമായി എത്തുന്നു. അല്പം മുമ്പ് പ്രിയങ്ക പാർലമെന്റ് പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് വന്ന സമയത്ത് കൂടുതൽ പ്രവർത്തകർ ഈ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. എന്തായാലും അവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ദില്ലി പോലീസ് കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ സേവനം കൂടി ദില്ലി പോലീസ് ചോദിച്ചിട്ടുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ ഒരു സംഘം കൂടി ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ സ്ഥലത്തെത്തും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. CRPF അടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഒരു ഇഞ്ച് പോലും അനങ്ങുന്നില്ല എന്നതാണ് പ്രധാനം. അതായത് പോലീസുമായിട്ട് അല്പസമയം സംസാരിക്കാം എന്ന പ്രതിഷേധം, രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധം ദില്ലിയിൽ തുടരുകയാണ്. കൂടുതൽ നേതാക്കൾ രാഹുലിന് പിന്തുണയുമായി അങ്ങോട്ടേക്ക് എത്തുന്ന കാര്യങ്ങൾ വലിയ രീതിയിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവിടെ വിദ്യാർത്ഥിയുമായുള്ള പ്രതിഷേധം തുടരുകയാണ്. നോബിൾ വാരിക്കാരനും YS അഭിനന്ദമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ട്